ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പാണ് ഒരാളെ കണ്ടുമുട്ടുന്നതെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും, 1 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നും, 5 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും ആണ് പറയേണ്ടത്. രാത്രി കണ്ടുമുട്ടുകയാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും, രാത്രി പിരിയുമ്പോൾ മാത്രമാണ് ഗുഡ് നൈറ്റ് പറയുക. രാത്രി പിരിഞ്ഞില്ലെങ്കിൽ അപ്പം എന്താണാവോ പറയാ? അതൊന്നും എഴുതില്ലല്ലോ ഇവര്. അതിന് വേറെ കാശ് കൊടുക്കണം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വാട്ട് ഈസ് ദ ടൈം? 10 മണി. കാലത്ത് 9 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും, ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നും, ഉച്ച ഇരിഞ്ഞ് 5 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നാണ് പറയാ. മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, പിന്നെ ഗുഡ് മിഡിൽ നൈറ്റ്. Good morning, sir. Good morning. You have breakfast? Yes, I had. Yesterday you have dinner? Yes, sir. And lunch? Yes. 3 നേരം ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, എന്നിട്ട് ശരീരത്തിലൊന്നും കാണില്ലടോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ കമ്പനിയുടെ ഉടമസ്ഥൻ ഞാനാണ്. ഇവിടെ ഗുഡ് മോർണിംഗ് കൊടുക്കണോ മേടിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നീ ആയിട്ടൊന്നും വേണ്ട. ഇതല്ല കാര്യം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യു ആർ മാരീഡ്? നോ സർ. ഹൗ മെനി ചിൽഡ്രൻ? സർ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ കുട്ടികളുണ്ടാവില്ലേ? എന്ത് വിത്തിയുടെ ആള് പറയണേ? സാരമില്ല ലീലാമ്മേ, അങ്ങേര് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കല്ലേ. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ബിസിനസ് ടൂർ പോകാനായിട്ട്. അതൊക്കെ പോട്ടെ, സത്യത്തിൽ എത്ര കുട്ടികളുണ്ട്? ഇപ്പം പുതിയതാണല്ലോ, ഇംഗ്ലീഷ് ഒന്ന് പൂച്ചാലോ. Who are you? I am Mr. Kanappan, textile engineer from Delhi. Who is the owner of this factory? These instruments are dangerous for the people. I will never allow the people to work like this. I want to meet the manager right now. Can you let me know who the manager is? Hello, excuse me. What a stupid fellow. I don't know what his problem is. ഇവൻ എന്തിനാ ഇപ്പം എന്നെ ചീത്ത പറഞ്ഞേ? ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പറയണമെങ്കിൽ ഞാൻ 3 ജന്മം ജനിക്കണം. പുസ്തകത്തിൻ്റെ കാശ് പോയ പിശാച്. സാർ എന്താ ഇന്ന് വൈകിയെന്ന് ചോദിക്കടാ. സാറ് വൈകിയില്ലോ, ഞാനല്ലേ വൈകിയത്. ശമ്പളം തരുന്നവൻ പറയുന്നത് അനുസരിക്കടാ. ഒബൈ. ഓ, സാറെന്താ വൈകിയേ? I am coming the factory. One elephant crossed the road. Papan and the elephant fighting. Then I am late. You understand? Yes, sir. You get out. ശരി സർ. ഇവിടെ വാ. And come 1 tea. Okay. Unsuitable പോരായ്മ, unsuitable പോരായ്മ, unsuitable പോരായ്മ, unsuitable പോരായ്മ. എല്ലാവരും ശ്രദ്ധിക്കൂ. എല്ലാവരും കണ്ടല്ലോ, ദിസ് ഈസ് അറക്കളം ബായ്, ദാവൂദ് ഇബ്രാഹിമിന്റെ മുതലാളി. അറക്കളം ബായിയോ? അറക്കളം പീലിയുടെ കൊച്ചുമകൻ, അറക്കളം ബേബി. ആദ്യ വെടി ഈ പച്ച മുതലാളിയുടെ ബോട്ടില്, അടുത്ത വെടി കരിനാക്കെടുത്ത് വളയ്ക്കാതെ പട്ടി. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാ, മുതലാളിയുടെ ജീവന് ഭീഷണിയുണ്ട്. നീ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. അല്ല മുതലാളി, സുഖം പറഞ്ഞതിൽ കാര്യമുണ്ട്. തിരുനെറ്റിക്കിട്ട് വെടിവെച്ച കാറ്റുപോത്ത് വരെ വീഴും. പിന്നെ ഈ എളുപ്രാണിയായ മുതലാളി. പോയ സൂത ആരെ വീടൊക്കെ നീ പറഞ്ഞേ. മുതലാളി ഇങ്ങനെ വെള്ളം കുടി, കുടി. തീർത്ത് കുടി. ഇങ്ങനെ ഇങ്ങ് വന്നിന്നു. ഈ തങ്കപ്പെട്ട ദേഹത്ത് ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല. പക്ഷേ വരാനുള്ള വെടി വഴി തങ്ങൂല. അതിൽ നിന്ന് എഞ്ചിൻ കൂടി തകർത്തിട്ടേ പോവുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കൊച്ചു ബേബി, അമ്മയുടെ തേങ്ങ ഞാൻ കൊല്ലും. അല്ല മുതലാളി, നമ്മൾ ശ്രദ്ധിച്ചിരുന്ന വെടി വരുമ്പോൾ ഒഴിയാൻ പറ്റുമോ? ഞാനൊരു തമിഴ് സിനിമയിൽ കണ്ടേ. ആരെ? നിന്റെ അച്ഛനെ? എന്തായാലും നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാ. പിള്ളേരെ വിവരം അറിയിക്കണ്ടേ? ആ മുടിഞ്ഞോന്മാരൊക്കെ ഓരോ പട്ടണങ്ങളിലല്ലേ. ഇവരറിഞ്ഞു വരുമ്പോ ചിലപ്പോ എന്റെ തലി ഉണ്ടാവില്ല. മുതലാളി വിഷമിക്കണ്ട, വിവരം നമുക്ക് പോലീസ് അറിയിക്കാം. അല്ല, ബേബി അങ്ങോട്ട് പോയിന്നാ സുഗതം പറഞ്ഞേ. മീനാക്ഷി അമ്മയുടെ വീട്ടിലേക്ക് എരുതിയിൽ മണ്ണെണ്ണ ഒഴിക്കുന്നവളാ അവള്. ബേബിയുടെ ഒരു അണ്ടർവേൾഡ്. അവൻ അവിടെ അണ്ടർവേൾഡ് ഒന്നല്ല, അണ്ടർവയർ കച്ചവടം ഫുട്പാത്തില്. മീഡിയം സൈസ്, ലാർജ് സൈസ്, മഞ്ഞ, പച്ച, ചോപ്പ്. ഏതെടുത്താലും 6 രൂപ, ഏതെടുത്താലും 6 രൂപ, ഏതെടുത്താലും 6 രൂപ. ഞാനൊരു എൻകൗണ്ടറിന് വന്നതല്ല അയ്യപ്പൻ പിള്ളേ. സ്വാമിയേ ശരണമയ്യപ്പ. അല്ല പിന്നെ ഞാനും ഈ പച്ച മുതലാളിയായിട്ട് ഒരു ചെറിയ ബിസിനസ് ഡീലുണ്ട്. ഇത് അങ്ങോട്ട് കൊടുക്കുക, എന്റെ പേരുടെ ആധാരം ഇങ്ങോട്ട് വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. സംശയം ഞാൻ തോന്നുകയാണെങ്കിൽ 1 മിനിറ്റ് സർ. എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിനു മുമ്പ്, തുറക്കുന്നതിന് മുമ്പ് ഒരേ ഡയലോഗ് ഞാൻ പറഞ്ഞോട്ടെ. എന്ത് ഡയലോഗ്? ഓപ്പൺ ദി ബോക്സ്. ഓപ്പൺ ദി ബോക്സ്. താങ്ക് യു സർ.
സൂം ചെയ്യടാ. സൂം ചെയ്യല്ലേ മുതലാളി? ഇതെന്നേ പൊന്നാണ് മുതലാളി. തിരിച്ചു വരുമ്പോ തന്നാ മതി. സർവീസ് പിസ്റ്റൾ പോലെ വഴി കളരുത്. 1.5 ലക്ഷത്തിന്റെ മുതലാ. ദേഹപരിശോധന വേണേ ആവാം. അതൊന്നും വേണ്ട സർ. ഈ സാറിന്റെ ഒരു കാര്യം അല്ല പിന്നെ. അപ്പൊ ഇറങ്ങട്ടെ. സാർ, ബ്ലാക്ക് കാറ്റ്സിനെ കൊണ്ടുപോകുന്നില്ലേ? ബ്ലാക്ക് കാറ്റ്സ് അല്ലോ, കണ്ടാൽ അറിഞ്ഞൂടെ? വൈറ്റ് കാറ്റ്സ്. വൈറ്റ് കാറ്റ്സ്. താനവിടെ മിണ്ടാ തന്നാ മതി, അവരൊന്നും ചെയ്യല. സർ, എന്തൊരു നല്ല മനുഷ്യൻ. എന്താ എന്താ? താനിവിടെ ഉണ്ടോ നോക്കിയതാ? ഞാനിവിടെ നിൽക്കല്ലേ. അപ്പൊ അത് പറഞ്ഞൂടെ? ഹലോ. ഹായ് ഗൈസ്. കൊച്ചു ബേബി ആളങ്ങോട് വളർന്നുവല്ലോ. ഈ പച്ചായനും വല്ലാതെ വളർന്നു. സെറ്റപ്പ് ഗംഭീരം. കണ്ട കുരുത്തെന്ന് പറഞ്ഞത് ഇതാ. കേട്ടില്ലേ ഈ പച്ചായനെ വിളിച്ചത്? അപ്പന്റെ സ്ഥാനം എനിക്ക്. എന്റെ തോക്കല്ലേ ഇത് വെറും ചൈനീസ് മേക്കാ. വിലക്കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആക്യുറസി കുറവാ. പാപ്പനിട്ട് പിടിച്ച പെണ്ണമുഴും. പിന്നെ ലോക്കലി വില സാന്നിധ്യമൊക്കെ മതിയെന്നാ. താഴെ അണ്ടർവേൾഡുകാർക്ക് കുടിക്കാൻ എന്തെങ്കിലും നാരങ്ങ വെള്ളമോ പെപ്സിയോ സമൂസയോ? ഏയ് ഒന്നും വേണ്ട. എനിക്ക് ഇച്ചിരി ധൃതിയുണ്ട്. വാ നമുക്ക് അകത്തോട്ടിരിക്കാം. അപ്പൊ അണ്ടർവേൾഡുകാർക്ക് വിശക്കില്ലേ? ഏയ് അപ്പന്റെ ലോൺ എത്രയുണ്ട്? പലിശ അടക്കം കൃത്യം പറഞ്ഞ 10,62,612 രൂപ 55 പൈസ. ബേബിച്ചൻ നേരിട്ട് വന്നുകൊണ്ട് 10,62,612 രൂപ 55 പൈസയിൽ നിന്ന് 55 പൈസ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ നശിക്കണേ അങ്ങോട്ട് നശിക്കട്ടെ. സന്തോഷായില്ലേ? വളരെ സന്തോഷായി. ദാ, ഇതേ ഒരു 11 രൂപയ്ക്ക് ഇത് മതിയാവുമെന്ന് നോക്കിയേ. ബേബിച്ച ഒന്നും വിചാരിക്കരുത്. എനിക്ക് നിന്റെ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതല്ലടോ സ്വർണ്ണേ. അതിനെന്താ, ഒരച്ചു നോക്കാമല്ലോ. ഉരച്ചാ മാത്രം പോരാ. പിന്നെ അകത്ത് വിളക്കുണ്ടെങ്കിൽ ഉരച്ചാ അറിയില്ല. അറക്കണം, നന്നായിട്ട് അറക്കണം. മോനെ ദാ, ഇത് കൊണ്ടുപോയി അറുത്തുകൊണ്ടുവന്നേ. ഓ. ഇത് ഒറിജിനലാ. ഇപ്പൊ വിശ്വാസമായല്ലോ. ഇല്ല, മൊത്തം അറക്കണം. ദാ, നമ്മുടെ ഇടപാട് തീർക്കാനുള്ള സ്വർണമായി. സത്യം പറയാലോ ബേബിച്ച, ഇത്ര ഒറിജിനൽ സ്വർണ്ണമൊന്നും അടുത്ത കാലത്ത് ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടില്ല അല്ലേ? ശരിയാ. അപ്പൊ നമ്മൾ തമ്മിൽ ഇടപാട് തീർന്നേ. ആ. ഇപ്പൊ ചായോ ഓ, ഒരു വില വെച്ച് ഇത് കൂടെ അങ്ങ് എടുത്തു. എനിക്ക് വഴിച്ചെലവിന് ഇച്ചിരി കാശ് വേണം. അറക്കണം. അറുത്തോ? ആ, നന്നായിട്ട് അറക്കണം. മോനെ കൊച്ചു ബേബി, വരുന്ന വഴിക്ക് നീ വീട്ടിൽ കയറിയില്ലേ? അവിടെ ആരിയിരിക്കുന്നു? അമ്മ. ആരുടെ? ആ, അപ്പനൊരു കാര്യം ചെയ്യും. ഈ ടാക്സിയെ പോയിക്കോ. ഞാൻ പിന്നാലെ വന്നേക്കാം. ഇച്ചിരി പണിയുണ്ട്. ആ, എടാ കൊച്ചു ബേബി, ഇവന്മാരെല്ലാം നിന്റെ കൂടെ വന്നവന്മാരാണോ? അവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. നീ ഈപ്പനെ എന്നാ ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യും. അപ്പം കയറിയട്ടെ. Come on, boys. അപ്പൻ ഏത് കോപ്പിൽ അപ്പനാപ്പ? ഞങ്ങൾ 3-4 മക്കൾ ഈ രാജ്യത്ത് ഇങ്ങനെ തേരാപ്പാര നടക്കുമ്പോ അപ്പനൊരു വാക്ക് ചോദിക്കായിരുന്നില്ല അപ്പ. ഇതാണോ അപ്പൻ? എന്നാ അപ്പൻ? അമ്മച്ചി, ഇത് വേണ്ടായിരുന്നു. വേറെ ആരെയും കിട്ടിയില്ലേ? കിട്ടി.
നിന്റെ കാര്യം പറഞ്ഞ് ഞാനും നിന്റെ അമ്മയും എന്നും വഴക്കായിരുന്നു. എനിക്ക് നല്ല സംശയമുണ്ട്, പ്രത്യേകിച്ച് നിന്റെ മുഖത്തുള്ള ആ പരട്ട മറുക്. എനിക്ക് ആളറിയാം. അപ്പനെ കൊണ്ട് അത് പറയിപ്പിക്കല്ലേ മോനെ. അപ്പൻ എന്നെ ഉറപ്പിച്ചോണ്ടാ കള്ളം പീലിയുടെ താവടിന്ന് പൊന്നു മേടിച്ചത്. അറുത്ത് നോക്കിയിട്ടാ മേടിച്ചത്. ഓ, തൊലിച്ചു നോക്കി. അപ്പാ ഇപ്പൊ ബോംബെയിലൊക്കെ അറുത്താ പിടികിട്ടാത്ത മറിമായുണ്ട്. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണം, പ്യൂരിറ്റി ടെസ്റ്റ്. തുമ്മിച്ചാൻ അറിഞ്ഞോ ഇവിടെ നടന്ന പുലി വല്ലതും? വീരല്ലേ മോനെ തുമ്മി, കരിസ്മാറ്റിക്കിന് ചേർന്ന് കുടി നിർത്തിന്ന് പറഞ്ഞിട്ട് ദുശീലങ്ങളെല്ലാം പൂർവ്വശക്തിയോടെ തിരിച്ചു വന്നല്ലോ മൂത്ത മോനെ. എന്താ തുപ്പി വൃത്തികെട്ടവൻ. കാഴ്ചക്ക് സ്വർണം തന്നെയാ. അതെ, എന്നാലും നീ പറഞ്ഞപ്പോ എനിക്കൊരു സംശയം തോന്നുന്നു. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണോ? ഇനി നാളെ ആവട്ടെ. പ്യൂരിറ്റി ടെസ്റ്റ് നടത്തണമെങ്കിൽ സിറ്റിയിലേക്ക് പോകണ്ടേ? എനിക്ക് ഉറക്കം വരുന്നു. അവൻ സ്ഥലം വിട്ടാലോ? എന്ത് ഈ വെള്ളപ്പുറത്താ? സ്വയം ഉണ്ടാക്കി വെച്ച പുലിവാലല്ലേ, പരിഹരിക്ക്. അല്ല, ഇവൻ എന്നാ ഈ മുറുക്ക് തുടങ്ങിയ? ഇവൻ എന്താ പറ്റിയ? അപ്പനും ഉറക്കൂല്ല. എന്താപ്പാ തൊമ്മി, നീ എവിടുന്ന വരണേ? ഞാൻ ടൗണിൽ നിന്ന്. അപ്പൊ എന്റെ പൊന്നു കൊണ്ടുപോയതാരാ? അപ്പന്റെ പൊന്നല്ലേ അപ്പ ഞാൻ. അയ്യോ, ആൾമാറാത്ത മുഖം മൂടി കള്ളൻ. എന്റെ പൊന്നു മുഴുവൻ പോയേ. എടാ ഓടിവായോ, എടാ പീറ്ററെ ഓടിവായോ. അപ്പ എന്താപ്പാ? അപ്പാ കാര്യങ്ങളൊക്കെ ഭംഗിയായി. സാധനം കംപ്ലീറ്റ് ഉണ്ട്. ആ കാലമാടൻ അതൊക്കെ ഒന്ന് അറത്തു. ഓ, അല്ലെങ്കിലും ഇത് ഒരുക്കാനുള്ളതല്ലേ. അപ്പൊ ബേബിച്ചായ ഞങ്ങൾ മടങ്ങുക. രാത്രി യാത്രയില്ല. ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ? ബേബിച്ചായ സെന്റിമെന്റ്സ് പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ. ഇനി എന്നാ അങ്ങോട്ട്? ഇനി ഏയ് വേണ്ട, നിങ്ങളെങ്കിലും സമാധാനമായി ജീവിക്കുക. ഒരിക്കലും മടങ്ങി വരരുത്. എന്താന്ന് അറിയില്ല, ആകെ ഒരു തരിപ്പ്. മോനെ പീറ്ററെ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉടനെ ചെയ്യണം. എന്ത് ചെയ്യാൻ കഴിയും? തുമ്മിച്ചാനും ജോണിയും കൂട്ടിപ്പോയി അവനോടൊന്ന് തല്ലി നോക്കാം. അതിനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ പീറ്ററെ? തല്ലിയാലും നമ്മൾ ജയിക്കില്ല തുമ്മിച്ച. ജയിച്ചാലും ജയം പിടിച്ചു തീർത്താൻ നമ്മൾ പ്രയാസപ്പെടും. അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നമുക്കുണ്ട്. സോ കൗശലപൂർവം കാത്തിരിക്കാം. പഴയതുപോലെ 6 നീന്തി രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്ന കാലം വരും. അതുവരെ എലി കിടന്ന് ചുമ്മാ കളിക്കട്ടപ്പാ, നമുക്കത് കണ്ടു രസിക്കാം. പൂച്ചയ്ക്കും വേണ്ടേ ഒരു അല്പസ്വല്പ എന്റർടൈൻമെന്റ്സ്. എന്റെ 3.5 കിലോ സ്വർണം വെച്ച എലി കളിക്കണേ, അത് ഓർമ്മ വേണം പൂച്ചയ്ക്ക്. ഈ ആൾമാറാട്ടം അറക്കളം പീലിയുടെ മാത്രം വകയൊന്നും അല്ലല്ലോ. വല്യപ്പച്ചായനും അറിഞ്ഞുകൂടായിരുന്നോ? കുറേശ്ശെ. എന്റെ അപ്പൻ ഇതിൽ എക്സ്പെർട്ട് ആയിരുന്നു. അപ്പൻ അറിയില്ല ഇതൊന്നും. പിന്നെ ഇപ്പൊ ടച്ച് അല്ലയോ തോഴിമാരെ? പറഞ്ഞാലും ദേവസുന്ദരി, സ്വർഗലോകത്തെ ഇന്ദ്രസദസ്സിൽ പോലും കാണാൻ കഴിയാത്തതാണ് ഈ മനോഹര സ്വർണ്ണാഭരണ ശേഖരങ്ങൾ. ഇത് ഏത് രാജ്യം തോഴി? ഇതാണ് ദേവി, മലയിൽ ജ്വല്ലേഴ്സ്. മലയിൽ ജ്വല്ലേഴ്സോ? അതെന്താണ്? 100% പരിശുദ്ധമായ 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം മലയിൽ ജുവലേഴ്സ്
പ്രൊപ്പൈറ്റർ ഈപ്പൻ മലയിൽ. ഓക്കേ ഗുഡ് പ്ലീസ് കാലിത്ര പൊക്കിയാ മതിയോ സാറേ? സ്റ്റഡി പ്ലീസ്. സാറേ ഇങ്ങോട്ട് വന്നേ. നല്ല കൊള്ളാവുന്ന ചരക്കുകളൊന്നും കിട്ടിയില്ലേ തനിക്ക്? ഒന്നിനൊരു മൃഷിയില്ലല്ലോ. ഇനി അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വാ, ശരിയാക്കി തരാം ഞാൻ. മുതലാളി പ്ലീസ്. സ്മൈൽ. പ്ലീസ് സർ സർ പ്ലീസ്. ഈ അപ്പൻ എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ആ ഒലത്തും എന്താ കലക്കോന്ന് പറഞ്ഞതാ. ആ രാഘവമാഷ്ടയുടെ ആധാര പിള്ളേരെ അറിയുന്നതിന് മുമ്പ് ബേബിച്ചും കൊണ്ടുപോയിക്കോ. അവന്മാരായിരുന്നു എനിക്ക് കോപ്പ. തന്തയുടെ പ്രായമുണ്ട് ഇയാളെ എങ്ങനെയാ കൈവയ്ക്കുക? ഒരു പെണ്ണിന്റെ കല്യാണം മുടക്കി അവളുടെ ജീവിതം തെളിച്ചിട്ട് ഡൈൻ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കുക. കുറച്ച് മുല്ലപ്പൂമാലോടെ വാങ്ങി തലേ വെക്കടോ. പതുക്കെ പറ, ഷൂട്ടിങ്ങിന് വന്ന പെൺപിള്ളേര് കേൾക്കും. എനിക്ക് മോതിരം വേണ്ട, പലിശ വേണ്ട, പോയിക്കോ. അപ്പൊ ഷൂട്ടിങ്ങിന് വന്ന പെൺപിള്ളേര് കേട്ടാ തനിക്ക് നാണക്കേടല്ലേ? നാണക്കേടല്ലേടാ? നാണക്കേടല്ലേ? സൈലൻസ് സൈലൻസ് സൈലൻസ്. ഷൂട്ടിങ്ങിനോട് പെൺപിള്ളേര് കേൾക്കും. അടുത്ത ചാൻസ്. അങ്ങനെ ഒന്നില്ല. കൊല്ലും ഞാൻ, കൊല്ലും. ഈശോയേ, ചുവന്ന ചോര. വേദന കടിച്ചു പിടിക്കായിരുന്നു ഞാൻ, നിന്നെയൊക്കെ നാണം കെടുത്താതിരിക്കാൻ. ചെകുത്താനാണവൻ, പീലിയുടെ കൊച്ചുമോൻ. കൊന്നു കളയടാ അവനെ. No train ticket. I have no money. No train ticket. I have no money. No train ticket. I have no money. No train ticket. ഇപ്പൊ പഠിച്ചു. ടിക്കറ്റ് എക്സാമിനർ ഈസ് ഹണ്ടിങ് മീ. ടിക്കറ്റ് മുതലാളി ആൻ്റെ വണ്ടി നിർത്ത്. ഉറക്കെ പറയടാ. മുതലാളി ഒരു പെണ്ണ്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലടാ തങ്കപ്പ. എനിക്ക് ആ പ്രായം കഴിഞ്ഞു. നീ ആ പീറ്ററിനെയും ജോണിനെയും വിളിച്ച് കാണിക്ക്. കാശ് മുടക്കാനാണെങ്കിൽ വേണ്ട, ഫ്രീ. അവന്മാർക്കും അതാണ് ഇഷ്ടം. ചരക്ക് തരക്കേടില്ലടാ. ഓ, ഈ തന്തയുടെ മക്കളല്ലേ, അതങ്ങനെ വരൂ. ഓറക്കെ പറയടാ. ഓ മുതലാളി, ഇവള് ബേബിച്ചിന്റെ പെണ്ണാ. പ്രേമം. നിന്നോട് ആര് പറഞ്ഞു? പോസ്റ്റ്മാൻ സുഗതൻ പറഞ്ഞു വരുമ്പോ മുതലാളി ഇവളെ അറിയും. കാർഗിൽ നാരായണ വെട്ടിയില്ലേ, അത് ഇവളാ തങ്കമണി. ഓ, നാരായണന്റെ പെണ്ണ് അന്യന്റെ ഭാര്യയെ മോഹിക്കുന്നത് നീതിയാണോടാ തങ്കപ്പ? നീതി ന്യായം നോക്കാൻ ബേബിച്ചെന്ന നീതിമണി നടത്താണോ? ദിസ് ഇസ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എന്ത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? പ്രഥമ ദൃഷ്ടിയാൽ അനുരാഗം. മുതലാളിക്ക് ഇതുവരെ ഇംഗ്ലീഷ് അങ്ങോട്ട് ഉറച്ചില്ല അല്ലേ? എന്റെ പുസ്തകം കട്ടെടുത്ത് വായിക്കരുതെന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലടാ നായിന്റെ മോനെ. വണ്ടി വിയൂർക്ക് പോട്ടെ. അപ്പൊ കോഴിക്കോട്ടേക്കല്ലേ? നോ, ഗോ ടു വിയൂർ സെൻട്രൽ ജയിൽ. അല്ല പിന്നെ സർ, അതെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താടോ? DSP ഒന്ന് ഓഫീസ് റൂമിലിരിക്കുന്നു. സാറിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കാലൻ എനിക്കുള്ള ക്രെഡിറ്റിന്റെ ഓഹരി പറ്റാൻ വന്നതായാല് അതിനെന്താ ഇപ്പൊ ചെയ്യാ? സാർ, വളരെ സാഹസികമായ ഒരു ഓപ്പറേഷനിലൂടെയായിരുന്നു സാർ ഞാൻ സാധനം പിടിച്ചെടുത്തത്. പക്ഷെ പ്രതികൾ രക്ഷപ്പെട്ടു. സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവരെ പൊക്കിയിരിക്കും. ഇതാരാ സാറേ? ഇദ്ദേഹം മിസ്റ്റർ പത്മനാഭൻ ആചാരി, കൊല്ലംകോടുള്ള ശ്രീകൃഷ്ണ ജ്വല്ലറിയുടെ ഉടമയാണ്. താൻ പിടിച്ച സ്വർണം ഇദ്ദേഹത്തിന്റെ വകയാണ്. അത് ശരി, വയസ്സുകാലത്ത് തനിക്ക് കള്ളക്കടത്താണല്ലേ പണി? മിസ്റ്റർ അയ്യപ്പൻ, സാർ, ഇദ്ദേഹം കള്ളക്കടത്തുകാരനൊന്നുമല്ല, സ്വർണ്ണ വ്യാപാരിയാ. ബോംബെയിൽ നിന്ന് സ്വർണം വാങ്ങി കേരളമടക്കമുള്ള സദേൺ സ്റ്റേറ്റ്സിൽ വിൽക്കാൻ അംഗീകൃത ലൈസൻസ് ഉള്ളയാൾ. താൻ പിടിച്ച സ്വർണം ഇദ്ദേഹം ബോംബെയിലെ സത്താറാം സവേരിൽ നിന്ന് വാങ്ങിയതാ, ബില്ല് സഹിതം. വേണമെങ്കിൽ പരിശോധിക്കാം.
സാർ അത് എൻ്റെ കണ്ണട അപ്പുറത്താണ് സാർ. ഓക്കെ, ഗോ ആൻഡ് ചെക്ക്. സാധനങ്ങൾ ഇപ്പൊ റിലീസ് ചെയ്യടോ. സാർ. യൂസ്ലെസ്. യെസ് സർ. ബേബി മുതലാളി എവിടെ? പോയി സർ. പോയോ? പോയി. എൻ്റെ തൊപ്പി പോയി എന്ന് ഉറപ്പായി. അല്ല പിന്നെ ഇതാണ് സാറ് പറഞ്ഞ ശ്രീകൃഷ്ണ ജ്വല്ലറി. സ്വർണ്ണ ബിസ്ക്കറ്റ് പോയിട്ട് 2 പവൻ തികച്ചു പണിയാനുള്ള കപ്പാസിറ്റി ആ കടക്കില്ല. അതൊരു കട പോലുമല്ല, ഒരു സ്റ്റെയർ കേസിന്റെ മൂല. എവിടെ ബേബി? ഈ പപ്പനാമനാചാരി ആരാ? ഒരു സാധാ സ്വർണ്ണപ്പണിക്കാരൻ. ആ കട അയാളുടെ കൃത്യമായിട്ട് വാടകയും കൊടുക്കുന്നുണ്ട്. കക്ഷിക്ക് മക്കളില്ല, ബേസിക്കലി ഉഴപ്പന. ഒരു 4-5 കൊല്ലം മുമ്പ് ഭാര്യ മരിച്ചോടെ പപ്പനാവ് പണിക്കൻ ഫുൾ ടൈം തന്നെയായി. അതോടെ തലയുടെ സെൻട്രൽ ഷാഫ്റ്റ് പോയി മെന്റലായി. നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് ഭ്രാന്താശുപത്രിയിലാക്കി. കക്ഷി ഇപ്പോൾ ഒരു വൃദ്ധസദനത്തിലാണ്. കോർപ്പസ് ക്രിസ്റ്റി ഓൾഡ് ഏജ് ഹോം. പപ്പനാഭൻ വൃദ്ധസദനത്തിൽ നിന്നും പൂട്ടിയിട്ട സ്വർണ്ണക്കടയിലേക്ക് വാടക അയച്ചു കൊടുക്കുന്നു. അയക്കുന്നത് പപ്പനാവനാണോ എന്നറിയില്ല. കടയുടമയ്ക്ക് വാടക കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. എടാ, നീ പോലീസ് സ്റ്റേഷനിൽ കണ്ട പപ്പനാവനും കൊല്ലംകോട്ട സ്വർണ്ണക്കടക്കാരനും ഒരാൾ തന്നെയാണോ? ആൾമാറാട്ടം അല്ലല്ലോ. അല്ല. പപ്പനാവന്റെ ഒരു പഴയ ഫോട്ടോ ഞാൻ ആ കടയ്ക്കകത്ത് കണ്ടു. ജാക്കിറിലെ ഞാൻ വീണ്ടും വിളിച്ചു. അവൻ തറപ്പിച്ച് പറയുന്നു ബോംബെയിലെ സത്താറാം സവേരിക്ക് സ്വർണത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്ന ഈപ്പനാണ്. ഈപ്പൻ തന്നെയാണ് പണം കൊടുത്തത്. അതിന് തെളിവുണ്ട്. പാലക്കാട് ഓറിയന്റൽ സെൻട്രൽ ബാങ്കിന്റെ ചെക്കാണ് കൊടുത്തിരിക്കുന്നത്. പണം ചെക്കായിട്ട് കൊടുത്ത സ്ഥിതിക്ക് വൈറ്റ് മണിയാണ്. സ്വന്തം പേരിലുള്ള വൈറ്റ് മണി കൊടുത്ത് മറ്റൊരാളുടെ പേരിൽ ബ്ലാക്ക് സ്വർണം വാങ്ങിക്കുക. അതെന്ത് ടെക്നിക്കാണെന്ന് മനസ്സിലായില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഈപ്പന് വൃദ്ധമന്ദിരത്തിൽ എന്താണ് ഇൻവോൾവ്മെന്റ്? അതെ, അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. കോർപ്പസ് ക്രിസ്റ്റി എന്ന ഓൾഡ് ഏജ് ഹോമിൽ മലയിൽ ഈപ്പൻ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്?